ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അങ്ങനെ ആമസോണിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്രൊഡക്റ്റ് താണ്ടിരിക്കുന്നത് നമ്മുടെ കാപ്പിയുടെ മരത്തിലിരിപ്പുണ്ട്. നമുക്ക് സാധനം എടുക്കാം. അങ്ങനെ കാപ്പിയുടെ ചോട്ട് ചെയ്ത് മരത്തേത് നമ്മൾ സാധനം എടുത്തിരിക്കുകയാണ്. ഇതാണ് ഐറ്റം. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ്. ഹലോ, ഹായ്, നമസ്കാരം. ജീവൻ ദാസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികം ഇങ്ങനെ റിവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഉപയോഗം ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലും കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അല്ലെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടുന്നവരുണ്ടല്ലോ, അവർക്കായിരിക്കും ഈ ഒരു സാധനം കൂടുതൽ ഉപയോഗപ്രദമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ജീവനും ദാസനും എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ജീവൻ ദാസൻ എന്നൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഉണ്ട്, അതും കൂടി താല്പര്യമുള്ളവർ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ അതിലിടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ എൻ്റെ ബില്ലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും വലിയ ബില്ലൊക്കെയാണ്. അത് നമുക്കോട്ട് മാറ്റി വെക്കാം. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ. ഇതെന്തിനാണെന്നറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതൊരു ട്രൈപോഡ് വിത്ത് സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് വീക്കൂൾ എന്ന ബ്രാൻഡിൻ്റെ സെൽഫി S7 എന്ന സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് സാധനം. ഇത് നമുക്ക് ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം, സെൽഫി സ്റ്റിക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ലൈറ്റോമാണ്. അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയുന്നത് ബാലൻസിങ് ഹാൻഡിൽ, ഡിറ്റാച്ചബിൾ ഫോൺ മൗണ്ട്, അലൂമിനിയം അലോയിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. അതാണ് മെയിനായിട്ട് ഞാൻ നോക്കി സത്യം പറഞ്ഞ ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ ഇതുപോലെ അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന പ്രൊഡക്റ്റ് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് എപ്പോഴും അവിടെ പോയി ക്യാമറ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. നമുക്കതൊന്ന് ട്രൈപ്പോഡ് കാണണമല്ലോ, നോക്കാം. ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എങ്ങനെ പരിപാടികളെന്നൊക്കെ ഉള്ളത്. എനിക്ക് സൗണ്ട് കേൾക്കുന്നത് വല്യമ്മ അവിടെ കുറച്ച് പരിപാടികളായിട്ട് പാത്രം കൊണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അത് കാര്യം വെക്കണ്ട. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു വാറൻറ്റി കാർഡ് വന്നിട്ടുണ്ട്. 1 ഇയർ വാറൻറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പരിപാടി ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ സാധനം. ഇത്രേ ഉള്ളൂ. നമുക്ക് എവിടെയും കൊണ്ട് നടക്കാൻ പറ്റും. ഇത് യാത്രയിലാണെങ്കിലും ട്രാവലിങ്, നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് കണ്ടില്ലേ? ഇതാണ് ഐറ്റം. ഇതിനങ്ങനെ അധികം വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല. 1/2 കിലോ നോക്കട്ടെ, അത് കയ്യിൽ നിന്നിട്ട് പറയണ്ടല്ലോ. 469 ഗ്രാം, അതായത് 1/2 കിലോയ്ക്ക് അടുത്തേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കിത് കൊണ്ട് നടക്കാൻ പറ്റും. എങ്ങനെയൊക്കെ വേണമെങ്കിൽ വെക്കാം. കണ്ടില്ലേ? അങ്ങനെ ഇരുന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് നല്ല ഗുണമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഞാനിത് ഒരുപാട് നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് പക്ഷേ അതിനൊരു പറ്റിയത്. സമയം എത്തിയെന്നൊക്കെ നമ്മൾ പറയത്തില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ജീവനും ദാസനുമാണല്ലോ ദാസ. അപ്പം ഇപ്പോഴാണ് അതിനുള്ള സമയം ആയത്. ഇത് നമ്മുടെ ക്യാമറ ഇതിൽ വെച്ചിട്ട് ഇത് കണ്ടത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്യാമറ നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. ഇത് കണ്ടില്ല? ഇവിടെ ഒരു ഈ സൈഡിലൊരു നോബുണ്ട്. അതിങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് അത് ടൈറ്റാക്കുകയും ലൂസാക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതിനനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ക്യാമറ നമുക്ക് മൗണ്ട് ചെയ്യുന്നത്. ഫോണോ ക്യാമറ എന്താണെന്ന് വെച്ചാൽ ഫോണാണ് നമ്മളിത് മൗണ്ട് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ? ഇവിടെ ഒരു ഹോൾഡറുണ്ട്. ഇതിനാണ് നമുക്കത് ഫോൺ ഹോൾഡ് ചെയ്യേണ്ടത്. ഒരു ഫോൺ വെച്ച് കാണിച്ചു തരാം. ഒരു പഴയ ഫോണാണ് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഫോൺ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കാം ഇതിൽ. ഓക്കെ, പിന്നെ നമുക്കിതിൽ വരുന്നത് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഹാൻഡിൽ നമുക്കിതിൽ വരുന്നുണ്ട്. കണ്ടില്ലേ? ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് സ്റ്റേബിളായിട്ടുള്ള ഷോട്ടുകളൊക്കെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും.
വലിയ അനക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു ഗുണമുള്ളൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ട്രൈപ്പോഡായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് വരുന്നത്. നമുക്ക് പ്രസ്സൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ വലിക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ടൈറ്റ് ചെയ്യുന്നൊരിതുണ്ട്, അതൊന്ന് ലൂസ് ചെയ്യുക. അപ്പോൾ അത് ലൂസ് ചെയ്ത് നമുക്ക് ട്രൈപ്പോഡായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലെവൽ വരെ നമുക്കത് ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്കത് വലിച്ച് വലുതാക്കാൻ പറ്റും. നമുക്ക് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും. അതുപോലെ നമുക്ക് ഇത്ര മതിയെങ്കിൽ ഓക്കെ, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ. അതായത് നമുക്കൊരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിലൊക്കെ വെക്കണമല്ലോ, അതായത് ടേബിളിൻ്റെ മണ്ടയൊക്കെ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു യൂസ് കൂടുതലും എനിക്ക് തോന്നുന്നു വരുന്നത് നമ്മുടെ ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആയിരിക്കും ഇപ്പോൾ പ്രൊഡക്റ്റൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് എന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെ ആഡ് ചെയ്യണം, അപ്പോൾ അതൊക്കെ ടേബിളിൽ വെച്ചിട്ടായിരിക്കും ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സാധനം യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇതെടുക്കാൻ നോക്കുക. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ആട്ടം ഉണ്ട്, അത് വലിയ കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും ഒരു 10 കിലോ വെയിറ്റ് ഉള്ളതൊന്നും വെക്കാൻ പോകുന്നില്ലല്ലോ. അപ്പം ഇത് വലിയ കുഴപ്പമൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ പെട്ട ഒരു ഇത് കണ്ട്, ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളർ. പിന്നെ ഇത് ഓണാക്കി കാണിക്കാം. ഇത് കണ്ട്, ഇതിപ്പം ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ലേ, അതായത് ഇപ്പം കണക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ ഓൺ ഓഫ് ആക്കാൻ പറ്റും. നമുക്കൊന്ന് എടുത്ത് കാണിക്കാം. അത് അപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആയിക്കോളും. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതാണ് ഞാൻ ഈ ട്രൈപ്പോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് എടുക്കാനുള്ള മെയിൻ കാര്യം ഇതുള്ളത് കൊണ്ടാണ്. ഈ റിമോട്ട് കൺട്രോളിൻ്റെ ബ്ലൂടൂത്ത് കൺട്രോളിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. 10 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം ഇത് നമുക്ക് ട്രൈപ്പോഡ് അങ്ങ് ദൂരെ കൊണ്ടുവച്ചിട്ട് ഒരു 10 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് മാറി നമുക്ക് അവിടെ പോയി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് കണ്ട് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ക്യാമറ റോൾ ആയിക്കോളും. ഒന്നുകൂടി ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആയിക്കോളും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത്. പിന്നെ ഈ ബ്ലൂടൂത്ത് കൺട്രോളർ റീചാർജബിൾ അല്ല, ഇതിൻ്റെ ബാറ്ററി റീപ്ലേസബിൾ ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതഴിച്ചിട്ട് നമുക്കത് പഴയ വാച്ചിൻ്റെ ഒക്കെ ബാറ്ററി ഇല്ലേ, റൗണ്ടിലുള്ള ചെറുത്, അതാണ്. അപ്പോൾ അത് വാങ്ങിച്ച് ഇട്ടാൽ മതി. വേറെ വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല. നമുക്കിത് ക്യാമറ വെച്ചിട്ട് നമുക്കിത് വെർട്ടിക്കലായിട്ടും നമുക്കിതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ക്യാമറ, അല്ലെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചു കൊടുത്താൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1800 mm, അതായത് 150 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. അത്രത്തോളം നമുക്കിത് വലിച്ച് നീട്ടാൻ പറ്റും. ആ ഒരു ഹൈറ്റ് അങ്ങനെ വലിയായിട്ട് ആരും യൂസ് ചെയ്യത്തില്ല, എന്നാലും ആ ഒരു ഹൈറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. അപ്പം അതൊന്ന് കാണിക്കാം. ഇവിടെ നമുക്കെല്ലാം സ്ഥലപരിമിതി കാരണം ഇവിടെ നമുക്ക് നടക്കത്തില്ല. എന്തായാലും പുറത്ത് പോയിട്ട് കാണിക്കാം. വാ, നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല നോയ്സും കാര്യങ്ങളുണ്ട്, തൊട്ടടുത്ത് റോഡും പിന്നെ കാക്കയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഹൈറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇത് 150 സെൻറ്റിമീറ്ററാണ് ഇത് പറഞ്ഞേക്കുന്നത്. നമുക്കിതിൻ്റെ ഇവിടെ ഫോൺ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഏകദേശം നിങ്ങൾക്ക് ഹൈറ്റ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, ഇതിൻ്റെ ഇത്ര ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ നമുക്കിതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുമോ എന്നറിയില്ല, അവിടെ എല്ലാം കുറച്ച് സീനാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇതിരിക്കാൻ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിരിക്കുക ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഐഡിയ മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഇത്ര ഉണ്ടായിരിക്കും ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളുമൊക്കെ. കുറച്ച് സ്റ്റേബിൾ അല്ല. ഫുൾ ഹൈറ്റിൽ നമ്മളിതുപോലെ ഫോൺ വല്ലതും വെച്ചിട്ട് നമ്മളിതുപോലെ വെക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ല, ഒരു ആട്ടം കാര്യങ്ങളുണ്ട്. ഒരു ഫോണും കൂടി വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു ആട്ടം ഉണ്ടായിരിക്കും. അതെന്തായാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വേറെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഏകദേശം ഈ പ്രൊഡക്റ്റിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ പറയാൻ പറ്റിയെന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കൂടുതലോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലോട്ടൊന്ന് അറിയിച്ചേക്കുക.
അതെനിക്കും വലിയൊരു കാര്യമായിരിക്കും. അടുത്ത വീഡിയോസിലേക്ക് എനിക്കിതൊക്കെ നോക്കിയിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കി എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് സഹായിക്കുക. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ അവിടെയൊക്കെ ഞാനത് കൊടുത്തേക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, ജീവനും ദാസനും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്നാൽ ശരി.